അഡീനിയം സീഡ്സിനെ പറ്റിയിട്ട് കുറേ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഓർക്കുന്നുണ്ടോ അറിയില്ല, എൻ്റെ വീഡിയോയിൽ എവിടെയും കിടക്കുന്നുണ്ടാവും അത്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ എടുത്ത് വെച്ച് ഈ അടുത്ത കാലത്താണ് കേട്ടോ ഞാനത് മണ്ണിൽ വളരെ കെയർലെസ് ആയിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഇട്ടതാണ്. അപ്പോൾ വന്നപ്പോൾ അത് ഞാൻ മുളച്ച് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു ഞാൻ. കാരണം ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ മുളയ്ക്കുമോ എന്നുള്ളത് കണ്ടാൽ തന്നെ എനിക്കറിയാം ഞാൻ എത്ര കെയർലെസ് ആയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ മുകളിൽ മണ്ണ് പോലും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും വളരട്ടെ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മൾട്ടിപെറ്റൽ അഡീനിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന ഇതിന് മാത്രമാണ് കൂടുതലും നല്ല കാഡക്സ് പെട്ടെന്ന് നല്ല വലിപ്പം വെക്കാനും വളർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൂ. നമ്മൾ കഷ്ണം മുറിച്ച് വെക്കുന്നതിന് ഇത് കാഡക്സ് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, വളരാനും കുറച്ച് താമസം ഉണ്ടാവും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കൽ വളരെ എളുപ്പമാണ്. അതിനാണ് നല്ല വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങാറ്. പക്ഷേ നമ്മളെ വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടും. ഈ സിംഗിൾ പെറ്റൽ ഇതിൻ്റെ ചെടി പെട്ടെന്ന് തന്നെ പൂടും ചെയ്യും. അത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പാകി മുളപ്പിച്ച് ശരിയാക്കാം. പിന്നെ ഞാനന്ന് താമര മേടിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെതാട്ടോ. താമര 2 ഞാൻ നട്ടു. ബാക്കിയുള്ളത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേരും കൂടി നന്നായിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേര് വന്നാൽ അതും ഞാൻ നട്ടു. അതിനൊക്കെ ഇതുണ്ട്. 2 നന്നായിട്ട് വേര് വന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഓർക്കിഡിന് മണമില്ലാതെ എല്ലാവരും വിചാരിക്കില്ല. പക്ഷേ ഈ ഓർക്കിഡിന് നല്ല മണമുണ്ട് കേട്ടോ. ഞാനും വെറുതെ മണത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ നൈസ് സ്മെല്ല് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ നല്ല മണമുള്ള ഒരു ഓർക്കിഡ്, മണമുള്ള ഒരു ഓർക്കിഡ് വേറെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ മണം ഉണ്ടായിരിക്കും. കാരണം ഇതൊന്നും മണം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല വാങ്ങിയത്. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഓർക്കിഡിന് മണം ഉണ്ടാകില്ല എന്നാണ് പലരുടെ ധാരണ. ചില ഓർക്കിഡുകളൊക്കെ ഇങ്ങനെ നല്ല വാസനയുള്ള ഓർക്കിഡുകളുണ്ടാകും. പിന്നെ എൻ്റെ മാൻഡിവില വൈറ്റ്, ഇത് ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ആദ്യമായിട്ട് ഫ്രൂട്ട് ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത്രയൊക്കെ വളർന്നു കേട്ടോ. ഇതിനൊന്നും മഴ കൊള്ളാതെ ഞാൻ UV ഷീറ്റിനടിയിലാണ് വെച്ചിരുന്നത്.